ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നൊരു മീൻ കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധാരണ മീൻ പച്ചക്കറി വെക്കുക എന്ന് പറഞ്ഞ് ഇന്ന് കേട്ടിട്ടുണ്ടോ? ചിലയിടത്തൊക്കെ മീൻ പച്ചക്കറി വെക്കുക, ചിലയിടത്ത് തേങ്ങ അരച്ച് മീൻ കറി വെക്കുക. ഓരോ സ്ഥലത്തും ഓരോ നാട്ടിലും ഓരോ രീതിയിലായിട്ട് പറയുന്നത്. ഞങ്ങളിവിടെ മാവേലിക്കരക്കാർക്ക് ഇവിടെ പറയുന്നത് തേങ്ങ പച്ചക്കറി വെക്കുക എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത്, അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഇത് നമ്മൾ കറി വയ്ക്കുമ്പോൾ ഇഞ്ചി അരിഞ്ഞ് ചേർക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ അരയ്ക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്നതാണ് നല്ലതായിട്ട് എനിക്ക് ഒന്നുകൂടെ തോന്നിയിട്ടുള്ളത് കേട്ടോ. ചിലപ്പോൾ ഈ ഇഞ്ചി കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചേർത്താൽ മതി. പിന്നെ അതിനകത്തേക്ക് ഒരു 4-5 ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2-2.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിനകത്ത് കാശ്മീരി മുളകും എരിവുള്ള മുളകും മിക്സ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി മുളക് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ചട്ടി എടുത്ത് വെച്ചിക്കാം. അടുപ്പിൽ നിങ്ങൾ കത്തിക്കണ്ട, അതിനൊക്കെ മുന്നേ തന്നെ നമുക്കിത് മിക്സ് ആക്കണ്ടേ. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കും. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഒരു 3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. അപ്പം ഒരു തക്കാളി മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ്. പിന്നെ കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 കുടംപുളി വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അതെടുത്തതാണ്. അപ്പോൾ നല്ല പുളിയുള്ള കുടംപുളിയാണ്. നല്ല പുളി ഉണ്ടാവും അതിന്. അപ്പോൾ ഇത്രയും ചേർത്താൽ മതി. ഓരോ നാട്ടിലും ഓരോ പുളിക്കും ഓരോ ഇതായിരിക്കും. അപ്പോൾ അതിന് അനുസരിച്ച് നിങ്ങൾ പുളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് നിങ്ങൾക്ക് ചാറ് എന്തോരം വേണോ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തീ അടുപ്പിൽ വെച്ചിട്ട് കത്തിച്ച് നല്ല തിളപ്പിച്ചെടുക്കാം. തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അയില മീനാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അയില മീനാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് കുടംപുളിക്ക് പകരം മാങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുടംപുളിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തിളച്ച് നമ്മുടെ തക്കാളിയൊക്കെ ഒരു പകുതി വേവാവുന്ന സമയത്ത് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ, നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഒരു ഇളക്കി കൊടുക്കുക. എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ മുങ്ങി കിടക്കണം മീൻ. അതിന് ശേഷം നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനിട്ട് ഇങ്ങനെ കുത്തി ഇളക്കരുത്, കാരണം പൊടിഞ്ഞു പോകുക. അതുകൊണ്ട് ആദ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ മീൻ കറി റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതുപോലെ മേളിൽ എണ്ണ പൊന്തി വരും. ഇതുപോലെ എണ്ണ തെളിഞ്ഞു വന്നിരിക്കുന്നതുണ്ടോ, ആ ഒരു പരുവത്തിൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള തേങ്ങ പച്ചക്കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പറേ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.